One of the longest serving automobile manufacturer in India ആണ് മഹീന്ദ്ര. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചറസ് വെഹിക്കിളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹരവായി ജീപ്പ്. നല്ല രസമാണ്, ചുറ്റുമുള്ള കാഴ്ച കാണാം. ഒരു ത്രില്ലാണ് ഇത് ഓടിക്കുന്നതിന്. ഇത് ഏതാ വണ്ടിയെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ജനറേഷൻ താർ. ഞങ്ങളുടെ വീട്ടിലും നീ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും മഹീന്ദ്രയുടെ ഫാനാണ്. ആദ്യത്തെ ഇന്റർനാഷണൽ കമാൻഡർ ഉണ്ടായിരുന്നു. ഇപ്പം ഹെലികോപ്റ്ററിൽ പോകുന്നവർക്കും വ്യക്തമുള്ളതായിട്ട് അറിയാൻ പറ്റില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബോംബിങ് അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാനാണ്. ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്നത് എവിടെ വേണേലും കയറി പൊക്കോളും. രണ്ടുപേരായി തോന്നുന്നു, ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ തോന്നുന്നു. ഈ വണ്ടി വളരെ സൂപ്പറാണ്. എന്തൊക്കെ പറഞ്ഞാലുവേ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലെ, നമ്മള് വികാരമാണ്. മോഹൻലാലിന്റെ പഴയ ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠന്റെയും സുഹൃത്തുക്കളും പോകുന്ന ആ വണ്ടിയാണ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. സർവീസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ വാഹനങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ആയിരുന്നു. പക്ഷെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മുട്ടിന് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ഏത് ഗ്രാമത്തിലാണെങ്കിലും ജീപ്പ് പണിയുന്ന മെക്കാനിക്സ് ഉണ്ടായിരുന്നു. എന്നാലും കോട്ടയം ജില്ലയിലേക്ക് ഈ പിന്നെ തോട്ടം ഉടമകൾ, എസ്റ്റേറ്റ് മുതലാളിമാർ അവരവരുടെ വണ്ടികൾ പണിയിക്കുന്നത് മറ്റേ മഹീന്ദ്രയുടെ സർവീസ് സെൻറ്ററിലായിരുന്നു. അന്ന് മഹീന്ദ്രയ്ക്ക് സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ TVS ആയിരുന്നു ഡീലർ, ഒരു മോണോപോളി ആയിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം സാധാരണക്കാർ വണ്ടി പണിയിപ്പിക്കുന്നത് സാധാരണ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലാണെങ്കിൽ ഇവർ TVSൽ, കോട്ടയത്ത് TVSലാണ് പണിയിപ്പിച്ചതെന്ന് പറയും. എസ്പെഷ്യലി എൻജിൻ പണിയൊക്കെ, പിസ്റ്റൺ മാറി, റീബോർ ചെയ്തു, റിങ്സ് മാറി എന്നൊക്കെ പറയുമ്പം നല്ല പണിയായിരുന്നു എന്നുള്ള ഒരു ഇമേജ് ആയിരുന്നു. നല്ല പണി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പ്, അത് ഇൻ എ വേ കറക്റ്റ് ആയിരുന്നു താനും. ലൈക്ക് ഒരു 2000-ന് മുമ്പ് ഉള്ള കാലഘട്ടം വരെ നല്ല സർവീസ് ആയിരുന്നു, നല്ല സർവീസ് നെറ്റ്വർക്ക് ആയിരുന്നു, ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലിയും ആയിരുന്നു, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ എന്നാൽ ഒരു 2000 കഴിഞ്ഞ് ബൈ ദ ലോഞ്ച് ഓഫ് ബൊലേറോ അല്ലെങ്കിൽ സ്കോർപിയോ ഒക്കെ വന്നപ്പം എനിക്കറിയില്ല അവരുടെ ആ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണോ അത്രയും ഒരു വോളിയം. എന്തായാലും സർവീസ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റ് ഭയങ്കരമായിട്ട് ഡിറ്റീരിയോറേറ്റ് ചെയ്തു. TVSൽ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂസ് ഒന്നും വരില്ല. കുറച്ച് പ്രൈസി ആയിരുന്നു. ഇപ്പോൾ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടി സർവീസ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നത് വേഴ്സസ് TVSലായിരുന്നു. അപ്പം അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ വരുമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അത് ഒരു 2000 വരെ, 90s എൻഡ് വരെയൊക്കെ അത് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഹൗവർ 2000-ന് ശേഷം, ലൈക്ക് ഒരു 2005 ആ ഒരു കാലഘട്ടമൊക്കെ വന്നപ്പം പതുക്കെ ഡിറ്റീരിയോറേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾക്കൊരു 2009 മോഡൽ സ്കോർപിയോ ഉണ്ടായിരുന്നു. അതിനെന്തോ സെൻസർ ഇഷ്യൂസ് വന്നു. അടുപ്പിച്ച് ഓൾമോസ്റ്റ് 5 ദിവസം ഞാൻ അവരുടെ ഷോറൂമിൽ അടുപ്പിച്ച് 5 ദിവസം അവരുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. ഇതേ ഇഷ്യൂ അവരത് റെക്ടിഫൈ ചെയ്യും, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അതേ ഇഷ്യൂ. അങ്ങനെ മൾട്ടിപ്പിൾ പ്രാവശ്യം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം പിന്നെ കംപ്ലയിൻറ്റ് ചെയ്തു. അത് അവരുടെ സെയിൽസ് ഹെഡ്, എറണാകുളത്തിരിക്കുന്ന സെയിൽസ് ഹെഡിന് കംപ്ലയിൻറ്റ് ചെയ്തപ്പം സർവീസിൻ്റെ ഹെഡ്, TVSൻ്റെ സർവീസിൻ്റെ ഹെഡ്
എറണാകുളത്ത് മരട് ഷോറൂമിലായിരുന്നു, സർവീസ് സെൻറ്ററിലായിരുന്നു. അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഫൈനലി അത് റെക്ടിഫൈ ചെയ്തു. ഇപ്പം ശരിയാണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒത്തിരി ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി TVS ഹാസ് ബിക്കം മോർ ലൈക്ക് ആൻ എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനി റാദർ ദാൻ കസ്റ്റമർ ഫ്രണ്ട്ലി എന്ന് തോന്നിയായിരുന്നു. പതുക്കെ എന്നിട്ട് TVSൻ്റെ സർവീസ് മോശമാണ്. പല പ്രൊഡക്ട്സും അതിനുശേഷം മഹീന്ദ്ര ലോഞ്ച് ചെയ്തല്ലോ. ഇപ്പോൾ സ്കോർപ്പിയോ കഴിഞ്ഞ് XUV 500, പിന്നെ സൈലോ, അങ്ങനെയൊക്കെ പല പ്രൊഡക്ട്സും ലോഞ്ച് ചെയ്തപ്പം ഐ ഡോണ്ട് നോ, അവർക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാത്തതാണോ എന്താണെന്ന് അറിയില്ല. ഇവഞ്ച്വലി TVS എന്ന് പറയുന്ന ഡീലർഷിപ്പ് കൂട്ടിപ്പോയി. പിന്നെ മഹീന്ദ്ര ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിയൊരു ലീപ്പാണ് ഉണ്ടായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒരുപാട് വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സുമായിട്ടാണ് വന്നത്. പക്ഷേ കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ വാഹനം വാങ്ങിക്കാൻ ഒരു മടി ഉണ്ടാകുന്നത് ആഫ്റ്റർ സെയിൽ സർവീസ് വരുമ്പോഴാണ്. ഇപ്പോൾ പല ഡീലർഷിപ്സ് വരുന്നു, പൂട്ടിപ്പോകുന്നു, കപ്പിൾ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് പ്രോപ്പർ റെസ്പോൺസ് ഇല്ല, അങ്ങനെയൊക്കെ. ഹൗഎവർ മഹീന്ദ്രയുടെ പുതിയൊരു ഡീലർഷിപ്പ് വന്നിട്ടുണ്ട്. അത് ഓട്ടോബാൻ മഹീന്ദ്ര. പുതിയ ഡീലർഷിപ്പ് ആണെങ്കിലും അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. പറയുവാണെങ്കിൽ നിപ്പോൺ ടൊയോട്ടയുടെ ആ ഗ്രൂപ്പാണ്. നിപ്പോൺ ടൊയോട്ടയുടെ ഗ്രൂപ്പ് തന്നെയാണ് ടാറ്റയുടെയും ഡീലർഷിപ്പ് ഏറ്റെടുത്തത്, ലക്സൺ ടാറ്റ എന്ന് പറഞ്ഞ്. അവർ ആ ഡീലർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷം ടാറ്റയിൽ തന്നെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഓട്ടോബാൻ മഹീന്ദ്ര, ലെറ്റ്സ് ബി ഓപ്റ്റിമിസ്റ്റിക്, അവർ നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇത് മഹീന്ദ്ര ജീപ്പ് ഇവാലുവേഷൻ പാർട്ട് 4 ആയിരുന്നു. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മഹീന്ദ്രയുടെ ആഫ്റ്റർ സെയിൽ സർവീസിനെ പറ്റിയാണ്. ഉടൻ തന്നെ പാർട്ട് 5 മഹീന്ദ്ര ജീപ്പ് എവല്യൂഷൻ റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങൾ അതും കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക. ബെസ്റ്റ് കമന്റ് പിക്ക് ചെയ്ത് അതിന്റെ വിജയിയെ നമ്മൾ August 15 അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അനൗൺസ് ചെയ്യുന്നത് ഒരു പ്രമുഖ വ്യക്തിയായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.